പറഞ്ഞു കേട്ടിട്ടുണ്ട് അച്ഛനമ്മമാരെ അല്ലാത്തൊക്കെ വാങ്ങാമെന്ന്. നിങ്ങൾക്കിപ്പോ വേണ്ടത് അച്ഛനമ്മമാരെ. ഒരാൾക്ക് മതിയോ അതോ രണ്ടാൾക്കും വേണോ ഓരോരുത്തരെ? അച്ഛനോടല്ലാതെ വേറെ ആരോടും പറയാനില്ല ഞങ്ങൾക്ക്. കുട്ടികളില്ലാത്തവര് കുട്ടികളെ ദത്തെടുക്കാറില്ല അച്ഛോ. അതേപോലെ അച്ഛനും അമ്മയും ഇല്ലാത്ത ഞങ്ങൾക്ക് ബുദ്ധിയും മനസ്സും ഉറച്ചിട്ടില്ലാത്ത കുട്ടികളെ ദത്തെടുത്തോണ്ട് പോയി തെറ്റിദ്ധരിപ്പിക്കുന്ന പോലെ എളുപ്പമാണോ മക്കളെ പ്രായമായവരെ ഏറ്റെടുക്കുന്നത്? അതും അറിയില്ല. ഒരു കാര്യം മാത്രമേ അറിയുള്ളൂ, ഞങ്ങൾക്ക് അച്ഛനും അമ്മയും വേണം. അവര് ഞങ്ങളെ വഴക്ക് പറഞ്ഞാലും ഉപദ്രവിച്ചാലും ഒന്നും വേണ്ടില്ല, ഞങ്ങളെ സഹിച്ചോളൂ. അച്ഛനും അമ്മയും ഉണ്ടാവണം എന്നുള്ളത് ഇപ്പൊ ഒരു അത്യാവശ്യമായി. കോളനിയിൽ ഞങ്ങൾക്ക് അവരെ കാണിക്കണം, വലിയ പ്രശ്ന. പറയാൻ എളുപ്പമാണ്, അനുഭവം വേറെയാണ്. അങ്ങനെ ഒരു അച്ഛനും അമ്മയും കിട്ടാൻ ബുദ്ധിമുട്ടാ മോനെ. മക്കൾ ഉപേക്ഷിച്ച ആരെങ്കിലും ഉണ്ടാവില്ല അച്ഛോ? ഉണ്ടാകും ഒരു പക്ഷേ അതിന്റെ ദുഃഖവും നീറ്റലും ഒക്കെ അവരുടെ മനസ്സിലും ഉണ്ടാവും. ഇനിയൊരു പരീക്ഷണത്തിന് അവരാരായാലും തയ്യാറാവുമോ സുനി? ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം പോലെ നോക്കിക്കോളാം. അതറിയാം, പക്ഷേ ആർക്കെങ്കിലും ആദ്യം നിങ്ങളെ ഇഷ്ടപ്പെടണ്ടേ മോനെ? ദത്തെടുക്കാമെന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങൾ അവരെ ദത്തെടുക്കുകയാണോ അതോ അവർ നിങ്ങളെ ദത്തെടുക്കുകയാണോ എന്ന് ആർക്കറിയാം? എങ്ങനെയായാലും വേണ്ടില്ല. അച്ഛനമ്മമാരെ സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനുള്ള അവസരം ഇതുവരെ ഞങ്ങൾക്കുണ്ടായില്ല. അതിനുള്ള ഭാഗ്യമില്ലാത്തവരാ ഞങ്ങള്. സ്വന്തമായിട്ട് ആരും ഇല്ലെങ്കിലും സ്വന്തമാണെന്ന് കരുതാനെങ്കിലും ആരെങ്കിലും കിട്ടില്ലേ? കിട്ടുമായിരിക്കാം, ഇല്ലായിരിക്കാം. അന്വേഷിക്കണം. അതാ ഞാനും ഹേമയോട് പറഞ്ഞത്. അച്ഛൻ വിചാരിച്ചാൽ നടക്കും. അച്ഛൻ വിചാരിച്ചാൽ നടക്കില്ല മക്കളെ. പക്ഷേ മക്കൾ ഉപേക്ഷിച്ച് ആർക്കെങ്കിലും നിങ്ങളെ ഇഷ്ടപ്പെട്ടാൽ നടക്കും. അങ്ങനെയുള്ള ചിലർ താമസിക്കുന്ന ഒരു സ്ഥലം എനിക്കറിയാം. ഒരു പെർമനന്റ് അറേഞ്ച്മെന്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. അതാണ് കഷ്ടവും. ഇവിടെയാണെങ്കിൽ മക്കളെ വെറുത്ത് സ്വമേധയാ വന്നവര്, മക്കളെ നിർബന്ധിച്ച് കൊണ്ടുവന്നാക്കിയവര്, രോഗം വന്ന് ശുശ്രൂഷിക്കാൻ ആളില്ലാതെ അഭയം തേടി വന്നവരൊക്കെയാണുള്ളത്. ഇത് അച്ഛനും അറിയാമല്ലോ. അതൊക്കെ ഞാൻ ഇവരോട് പറഞ്ഞു. ആവശ്യക്കാരന് ഔചിത്യമില്ലല്ലോ. ഞാൻ ശ്രമിച്ചില്ല എന്ന് കരുതണ്ട. അതുകൊണ്ടാണ് ഞാൻ ഇവരെ നേരിട്ട് ഡയറക്ടർ സാറിനെ അടുത്ത് കൊണ്ടുവന്നത്. എന്നാലും സ്നേഹത്തിന് വേണ്ടി മോഹിച്ച് കഴിയണ ആരെങ്കിലും ഉണ്ടാവില്ലേ? സ്നേഹം മോഹിക്കാത്തത് ആരാ? കിട്ടാനല്ലേ പ്രയാസം. അത് കിട്ടാതെ വരുമ്പോ ലോകത്തോട് തന്നെ ഒരുതരം വിരക്തി ഉണ്ടാവും, വെറുപ്പും. ആ വെറുപ്പ് മാറ്റാൻ ഞങ്ങളെ കൊണ്ട് കഴിയണത് എന്താണേലും ചെയ്യാം. അത് എളുപ്പമല്ല. ഇവിടെ ഇവർക്ക് ഇവരുടേതായ കൂട്ടുണ്ട്, ഇവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. പുതിയൊരു സ്ഥലത്തേക്ക് പോകാൻ കൂടുതൽ സ്നേഹം കൊടുക്കാന്ന് പറഞ്ഞാലും അവർ വരുമോ? ഞങ്ങളെ നിരാശപ്പെടുത്തരുത്. സത്യം കേൾക്കുമ്പോൾ എന്തിനാ മക്കളെ നിരാശപ്പെടുന്നത്? കുറച്ചു കാലം പുറത്ത് താമസിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോന്ന് ഞാനൊന്ന് അന്വേഷിച്ചു നോക്കട്ടെ. കുറച്ചു കാലമല്ല സാർ, എന്നത്തേക്കും. കുറച്ചു കാലം കഴിഞ്ഞിട്ടല്ലേ കാലാകാലം. മനുഷ്യരുടെ സ്വഭാവം എന്നും ഒരുപോലെ ഇരിക്കുവോ? സാർ, ഞങ്ങൾ ഇവിടേക്കൊന്ന് കണ്ടോട്ടെ. അതിനെന്താ വിരോധം? വാ. ഹരിഹര, 2 തങ്കമണിയുടെ പവറുള്ള ഒരു സ്ത്രീയെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. ഭയങ്കരമായിരിക്കും. അതാണ് തങ്കമണിയുടെ അമ്മ. ഈ ലോക സമാധാനത്തിനുള്ള അവാർഡ് എന്റെ അമ്മായി അപ്പന് കിട്ടേണ്ടതാണെന്ന് ഞാൻ എപ്പോഴും പറയും. ഭാര്യ എത്ര വഴക്ക് പറഞ്ഞാലും ഈന്ന് ചുമ്മാ ഇളിച്ചോണ്ടിരിക്കും. അപ്പൊ അങ്ങേരും തന്നെ പോലെ ആ ഗുഡ് ഈവനിങ്. എപ്പ എത്തി നാട്ടിൽ നിന്ന്? രാവിലെ. പിണക്കൊക്കെ തീർന്നോ വീട്ടുകാരുടെ? എവിടെ തീരാൻ? തീർന്നെങ്കിൽ ഞങ്ങളുടെ കൂടെ വരുമായിരുന്നില്ലേ? അതെ, ഞങ്ങളോടുള്ള ദേഷ്യം ഇതുവരെ മാറിയിട്ടില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ അച്ഛനമ്മമാരടഞ്ഞ ഇടഞ്ഞതാ. അതൊക്കെ വെറും തോന്നല. എന്നെ തട്ടിക്കളയെന്ന് പറഞ്ഞ് നിന്നല്ലേ തങ്കമണിയുടെ വീട്ടുകാര്. ഒരു 2 മാസം വരെ അവര് പിടിച്ചു നിന്നു. പിന്നെ ഒരു സുപ്രഭാതത്തിൽ നോക്കിയപ്പോ വാതിൽക്കൽ അമ്മാവനും അമ്മായും എന്നെ കണ്ട ഉടൻ കെട്ടിപ്പിടിച്ചൊരു പൊട്ടിക്കരച്ചിൽ. മകളുടെ ഭാവിയെ കുറിച്ച് ഓർത്തിട്ടാവേ. അതെ. മീറ്റിംഗ് സമയത്ത് അവരെത്തില്ലേ? അല്ലേ? വരേണ്ടതാ അല്ലേ? അതെ അതെ. വേണമെങ്കിൽ ഞാൻ പോയി കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാം. അയ്യോ, അതൊന്നും വേണ്ട, അവര് വരും. വരാതിരിക്കില്ല. വന്നേ പറ്റൂ. ഇത് അസോസിയേഷന്റെ പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. അതെ, പാരന്റ്സിനെ കൊണ്ടുവരാത്ത ഫാമിലിക്ക് പെർമനന്റ് ബ്ലാക്ക് മാർക്ക് ആയിരിക്കും. അപ്പൊ ശരി. ശരി, വരട്ടെ. എന്താണ് സാർ വേണ്ടത്? എന്താണ് മാഡം വേണ്ടത്? ലേറ്റസ്റ്റ് ഫാഷനും പല പല ഡിസൈനുള്ള ഡ്രസ്സുകൾ എത്തിയിട്ടുണ്ട്. എടുക്കട്ടെ സാർ. സോറി, ഞങ്ങൾക്കല്ല, ഞങ്ങളുടെ അച്ഛനമ്മയ്ക്കാ. ഓക്കെ മാഡം. അച്ഛനും അമ്മയ്ക്കോ? ഇതിനാണ് ഫോൺ ചെയ്ത് അർജന്റായിട്ട് എന്റെ അടുത്ത് വരണമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ച തനിക്ക് എനിക്ക് എന്തെങ്കിലും മേടിക്കാനാവുന്നു. അച്ഛനും അമ്മ വരുമെന്ന് അറിയൂ? വരുമൊക്കെ ചെയ്യും. കുറച്ച് ഡ്രസ് എടുത്ത് വെക്കുന്നത് ഏതായാലും നല്ലതല്ലേ? സാർ, മാഡം, അച്ഛനും അമ്മയും കറുത്താണോ വെളുത്താണോ? വണ്ണം കുറഞ്ഞാണോ വണ്ണം കൂടിയതാണോ? പൊക്കം കുറഞ്ഞാണോ പൊക്കം കൂടിയതാണോ? അതെ, ഞങ്ങൾക്ക് പല നിറത്തിലുള്ള പല സൈസിലുള്ള കറുത്തവർക്കും വെളുത്തവർക്കും ഇടാവുന്ന കുറെ വെറൈറ്റി ഡ്രസ്സുകൾ വേണം. ഓക്കെ മാഡം. എന്നാ പിന്നെ ഈ ഷോപ്പ് അങ്ങനെ തന്നെ മേടിക്കേണ്ടി വരും. അതിന് മുതലാളി സമ്മതിക്കുമെന്ന് അറിയില്ല. ഞാൻ വേണേ പോയി ചോദിച്ചോട്ട് വരാം. വന്നേ, ദേ ആ ഷർട്ടും എടുക്ക്. ഇതാ? ദേ അത്. അതെ, ഇതും കൂടെ. ആ ഷർട്ട് ഇട്. മുണ്ട്. ദേ മുണ്ട്. അത് വേണ്ട, അവിടെ മുണ്ടിങ്ങെടുത്തേ.
സാർ ഇതിലേതാ സാർ വേണ്ടത്? അതാ ഞങ്ങളും ആലോചിക്കുന്നത്. അതെ, ഞങ്ങളുടെ അച്ഛനും അമ്മയും കറുത്താണോ വെളുത്താണോ, വണ്ണം കൂടിയതാണോ കുറഞ്ഞതാണോ എന്ന് ഞങ്ങൾക്കും അറിഞ്ഞൂടാ. ഇവിടെയും കാണാനില്ലല്ലോ. പെട്ടപ്പോയോ? ഇവളെന്തീ പഠിക്കുന്നേ? ഇവൾക്ക് നാളെ പരീക്ഷ ഒന്നുമില്ലല്ലോ. അല്ല, താനെന്താ ഇത്ര സീരിയസ് ആയി വായിക്കുന്നേ? അതൊക്കെ ഉണ്ട്. ഞാനൊന്ന് നോക്കട്ടെ. ഒന്നുമില്ല. അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കുന്നത് എങ്ങനെ? എന്താ എന്താ അവിടെ? മാറി നോക്കട്ടെ നോക്കട്ടെ. എന്തിനാണ് ഇതെല്ലാം കൂടി? അനാഥാലയത്തിൽ വളർന്ന നമുക്കറിയില്ലല്ലോ സുനി, അച്ഛനമ്മമാരോട് എങ്ങനെ പെരുമാറേണ്ടെന്ന്. അതിനാ മാതാപിതാക്കളെ എങ്ങനെ ശുശ്രൂഷിക്കണം, അവരോട് എങ്ങനെ പെരുമാറണം, അവരുടെ ഇഷ്ടം എന്ത് അനിഷ്ടം എന്ത് തുടങ്ങി നമുക്കറിയാൻ വയ്യാത്ത എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. ഓഹോ, എന്നാ പിന്നെ ബുക്സൊക്കെ ഞാനും കൂടി വായിച്ചു നോക്കാം അല്ലേ? മര്യാദക്ക് അവിടെ ഇരുന്ന് പഠിച്ചോ. നാളെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറയണം. ഓക്കെ ഓക്കെ. അതെ, ഞാൻ വൃദ്ധസദനം ഡയറക്ടറാ. എന്താ സാർ? ആരും അത്ര താല്പര്യം കാണിച്ചില്ല. ഒടുവിൽ ഒരു കപ്പിൾ സമ്മതിച്ചിട്ടുണ്ട്. ഒരു പരീക്ഷണം പോലെ നിന്ന് നോക്കാമെന്ന്. അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല സാർ? അതൊക്കെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എത്രത്തോളം അവർ മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല. ഇനിയൊക്കെ നിങ്ങളുടെ കയ്യില. താങ്ക് യു വെരി മച്ച് സാർ. ഹരിഹരൻ, കൊടുക്ക്. മീറ്റിംഗ് തുടങ്ങാൻ സമയമായി. ആ സുനിലും ഹേമയോടെ അവര് വരാതെ മീറ്റിംഗ് തുടങ്ങുന്ന പ്രശ്നമേ ഇല്ല. അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ, സമയമായി. അവരോട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ. ചെല്ലുക. എന്താ ഇത്, നിങ്ങൾ മാത്രമേ ഉള്ളൂ? അച്ഛനമ്മയോടെ ഇങ്ങ് വന്നേ. അതെ സ്വാമിയേട്ടാ, ഒരു ഉപകാരം ചെയ്യണം. മീറ്റിംഗ് കുറച്ച് സമയം കൂടെ നീട്ടണം. അവരിപ്പോ എത്തും എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ തുടങ്ങേണ്ട സമയമായി. അവരിപ്പോ എത്തുന്നേ, രാവിലെ തന്നെ തിരിച്ചു. ഒറ്റപ്പാലത്ത് നിന്ന് എത്തണ്ടേ? ചീഫ് ഗസ്റ്റ് ഇല്ല, അതെങ്ങനെയാ മീറ്റിംഗ്? ഇതാ ഞാൻ പറഞ്ഞ 2 ദിവസം മുമ്പേ അവരെങ്കിൽ വരുത്തണമെന്ന്. വരുത്തായിരുന്നു, പക്ഷെ അതിനിടയ്ക്ക് ഇങ്ങനെ സംഭവിക്കുന്നു വല്ലവരും വിചാരിച്ചോ? എന്ത്? അതെ, അച്ഛന്റെ അമ്മയുടെ അമ്മാവൻ പെട്ടെന്ന് മരിച്ചു. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു അല്ലേ സുനി? അതെ, ഈ അച്ഛന്റെ അമ്മയുടെ അമ്മാവൻ ഒരുമിച്ച് മരിച്ചു. അല്ല, അതായത് എന്റെ അച്ഛന്റെ. എന്നിട്ടെന്താ ഹേമ പോകാത്ത? അമ്മാനെന്ന് പറഞ്ഞ അത്ര അടുപ്പമുള്ള അമ്മാനല്ല, ഡിസ്റ്റന്റ് റിലേറ്റീവ്. വീടിന്റെ അടുത്ത് താമസിക്കുന്നതേ ഉള്ളൂ, എന്നാലും അവർക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അതെ, അച്ഛനും അമ്മയും വീട്ടിലെത്തുമെന്നാ പറഞ്ഞു. ഞങ്ങൾ കൊണ്ട് ചെല്ലട്ടെ. ഇനി അഥവാ ഇങ്ങോട്ടാ വരുന്നെങ്കിൽ ഞങ്ങളൊന്ന് അറിയിച്ചേക്കണേ. വരട്ടെ. ഇങ്ങോട്ട് വന്നാലും പിന്നെ അവര് വന്നോളും. 5 മണിക്ക് കറക്റ്റ് ആയിട്ട് എത്തുമെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു സമാധാനമല്ല സുനി. എനിക്കില്ല സമാധാനം, പക്ഷെ സമാധാനം ഉള്ള പോലെ അഭിനയിക്കണം. വരുന്നിടത്ത് വെച്ച് കാണാം, അത്രയല്ലേ ഉള്ളൂ. ഇന്ന് എങ്ങനെയല്ലേ രക്ഷപ്പെട്ടാലും ഇനി ഇവിടുന്ന് അങ്ങോട്ട്. ഇത് തന്നെയാ 46. ഓ, അവസാനം കണ്ടുപിടിച്ചു. ഈ 46 താമസിക്കുന്ന ആൾക്കാരെ അറിയാമോ? ഞങ്ങളാണ് സാർ. അപ്പൊ നിങ്ങളാണ് കക്ഷികളല്ലേ? ഡയറക്ടർ സാറ് പറഞ്ഞോട്ട അച്ഛനും അമ്മയും. അത് ഞങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് വേറെ എങ്ങും സ്ഥലം കിട്ടിയില്ലേ താമസിക്കാൻ? ആ ഡയറക്ടർ പറഞ്ഞ് ഇവിടെ വന്നാൽ വീട് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണെന്ന്. എന്നാൽ അയാളോട് കൂടെ വരാൻ പറയുമ്പോൾ അയക്ക് 100 കൂട്ടം ജോലി ഉണ്ടത്രേ. കുറെ നേരമായിട്ട് ഇവിടെ വന്ന് കിടന്ന് കറങ്ങാ ഞങ്ങളെ. എല്ലാ വീടും ഒരുപോലെ. ആരോടെങ്കിലും ചോദിക്കാമെന്ന് വിചാരിച്ചാൽ ആരെങ്കിലും ഒന്ന് കാണണ്ടേ? ഇവിടെ എന്താ മനുഷ്യരില്ലേ? ഉള്ളവരൊക്കെ മരിച്ചുപോയി. അത് എല്ലാരും ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്താണ് സാർ. അതെ, ഈ സാറേ എന്നുള്ള വിളി അവസാനിപ്പിക്കണം. ഞങ്ങളിവിടെ നിങ്ങളുടെ അച്ഛനും അമ്മയായിട്ടാ വന്നിരിക്കുന്നത്. അച്ഛനും അമ്മ ആരെങ്കിലും സാറേന്ന് വിളിക്കുവോ? ഇനി വിളിക്കില്ല സാർ. അല്ല, ഇനി വിളിക്കില്ല അച്ഛാ. സോറി. ഇനി ഇങ്ങനെ സോറി പറയാൻ അവസരം ഉണ്ടാക്കരുത്. ഇല്ല. ഞങ്ങൾ ആരുടെ അച്ഛനും അമ്മയാകേണ്ടത്? എന്താ ഇവന്റെ കൊള്ളത്തില്ലേ? അതല്ല, സുനി ക്രിസ്ത്യനാ. ക്രിസ്ത്യാനികൾക്ക് അച്ഛനും അമ്മയും പാടില്ലേ? അല്ല, അച്ഛനും അമ്മയും ഹിന്ദുക്കളായതുകൊണ്ട്. ആരോട് ഞങ്ങൾ ഹിന്ദുക്കളാണെന്ന് ഡയറക്ടർ സാർ ഫോൺ ചെയ്തപ്പോ
അപ്പൊ തന്നെ ഞാൻ തീരുമാനിച്ചു എന്റെ അച്ഛനും അമ്മയായിട്ട്. എന്താ മോടെ പേര്? ഹേമ. ഹേമ. ആ നിന്റെയോ? സുനിൽ. ഹേമ സുനിൽ. ഒരു സംശയമുണ്ട്. സാറും അല്ല, നിങ്ങളെ രണ്ടുപേരും യഥാർത്ഥത്തിലുള്ള അച്ഛനും അമ്മയാണോ അതോ വേറെ അച്ഛൻ? ഞങ്ങൾ അച്ഛനും അമ്മയും അല്ല, ഭാര്യ ഭർത്താക്കന്മാരാ. അങ്ങനെയുള്ളവരെ വേണമെന്നായിരുന്നല്ലോ ഡിമാൻഡ്. ഇനിയെങ്കിലും അച്ഛനും അമ്മയും എന്നൊക്കെ വിളിച്ച് പഠിക്കും. അങ്ങനെ വിളിച്ച് ശീലം ഉണ്ടാവില്ലല്ലോ. പിന്നെ ഞങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് ചില ഡീറ്റെയിൽസ് ഒക്കെ അറിയണം. അതായത് എന്താ ഇത്? എല്ലാരും നിങ്ങൾക്ക് എന്നോട് വെയിറ്റ് ചെയ്തിരിക്കല്ലേ? ഇതാണല്ലേ അച്ഛനും അമ്മയും. നമസ്കാരം. സുനിയുടെ അതേ ചായ തന്നെ. കണ്ടാ ക്രിസ്ത്യാനിയാണെന്ന് പറയേയില്ല. എന്റെ അല്ല, ഹേമയുടെ അച്ഛനും അമ്മ.